ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത്. വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും എൻ്റെ സമയം അതിന് ഒട്ടും അനുവദിക്കുന്നില്ല. ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നല്ലൊരു ടൈം ആയിട്ടുണ്ടായിരിക്കും. അപ്പം ഇന്ന് എന്തായാലും സൺഡേ ആണ്. അപ്പം സൺഡേ നമുക്ക് അടിച്ചു പൊളിക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ ഒറ്റയ്ക്ക്. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ലാഭമേളയൊക്കെ കാണാൻ പോകണം, അങ്ങനെ പല പല ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ എഴുന്നേറ്റതെങ്കിലും ആഗ്രഹങ്ങളൊക്കെ പകുതി വഴിയിൽ നിർത്തേണ്ടി വന്നു. അതെന്താണെന്ന് വഴിയെ പറയാം ഗൈസ്. അപ്പം രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ വിശപ്പ് എന്നേക്കാൾ മുന്നേ എഴുന്നേറ്റു. അപ്പം വിശപ്പിൻ്റെ വിളി വന്നതിനാൽ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അമ്മ നിരത്തിയ മെനു ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പുട്ട്, പഴം, അത് ഇതെന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുണ്ടാക്കുമെന്ന് ചിന്തയ്ക്കൊടുവിൽ ഞാൻ മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ട സാധനങ്ങളൊക്കെ രാവിലെ തന്നെ അങ്ങ് അരിഞ്ഞെടുത്തു. മുട്ട ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും കണ്ടിട്ട് പോയാൽ മതി ഗൈസ്. ഇതിനകത്തിൽ എന്തായാലും ഞാൻ മുളക് പൊടി ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് പച്ചമുളക് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഇട്ടിട്ടുണ്ട്. പച്ചമുളകും ഉള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ. അത്രയും മതി ഗൈസ്. അതൊന്ന് പെട്ടെന്ന് മിക്സായി കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ആ സവാളയ്ക്കകത്ത് ഒഴിച്ചിട്ടാണ് ഞാൻ ആ മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചത്. ഇനി നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മുട്ടത്തോട്ടിനകത്തുള്ള സകല സാധനവും അതിനകത്തിൽ ഇട്ടിട്ട് വേണം നമ്മൾ മുട്ട എടുക്കാനായിട്ട്. അപ്പോൾ ദാ കണ്ടില്ലേ, മുട്ടയെല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമില്ല, നിങ്ങൾ എൻ്റെ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് വീഡിയോ കാണുക. ഇനി ഞാൻ കൂടുതലായിട്ട് ഏതൊക്കെ വീഡിയോസാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. ഒരുപാട് പേര് വീഡിയോസൊക്കെ കാണുന്നുണ്ട്, എന്നോട് വന്ന് പറയാറുമുണ്ട് ഇടയ്ക്കൊക്കെ നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. അപ്പം കാണുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എവിടെയൊക്കെ ഇരുന്നാൽ നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതെന്നും ആരൊക്കെയാണ് കാണുന്നതെന്നും ഒക്കെ എനിക്കറിയാമല്ലോ. അപ്പം എന്തായാലും നമുക്കിനി ബ്രെഡ് ഓംപ്ലേറ്റ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്തിലോട്ട് 2 ബ്രെഡേ ആവശ്യമുള്ളൂ ഗൈസ്. പിന്നെ ഒരു ബ്രെഡ് ചുമ്മാതെ ഞാനൊന്ന് ചൂടാക്കി വെച്ചെന്നേ ഉള്ളൂ. പണ്ടൊക്കെ ഈ ചൂടായിരിക്കുന്ന പാനിലൊക്കെ തൊടാൻ എനിക്ക് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. ഇപ്പം അതൊക്കെ ഞാൻ എക്സ്പേർട്ടായി ഗൈസ്. അപ്പമൊക്കെ വെക്കുമ്പോൾ അതിനകത്തുനിന്ന് എടുത്ത് മറ്റേ തവിയൊന്നും ഇല്ലാതെ എടുത്ത് പാത്രത്തിലൊക്കെ വെക്കാറുണ്ട്. ഇതൊക്കെ ഇങ്ങനെ തിരിച്ചിടാൻ പണ്ടൊക്കെ ഇതെന്തോ പേടിയൊക്കെ ആയിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ ഇതിനൊന്നും ഇങ്ങനെ പേടിയില്ലാതായി ഗൈസ്. എക്സ്പേർട്ടായി ഞാൻ. അപ്പോൾ അതൊക്കെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടും. കരിഞ്ഞൊന്നും ശ്രദ്ധിക്കേണ്ട, അത് കരിഞ്ഞല്ല മുരിഞ്ഞാണ് ഗൈസ്. അപ്പം അത് സെറ്റായി. ഇനി ഇതെടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് തന്നെ ആ മുട്ട ഒഴിച്ച് നമുക്ക് ഓംപ്ലേറ്റിന് വേണ്ട പണി നോക്കാം. അപ്പം കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് അധികമായി പോയി, അത് സാരമില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും നോൺ സ്റ്റിക്കിൻ്റെ അല്ലേ, ഇതിനകത്ത് എന്താ എണ്ണ ഒഴിക്കുന്നതെന്ന്. പക്ഷേ ഇതിനകത്തിൽ എണ്ണ ഒഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ മുട്ട ഇതിൽ ഒട്ടിപ്പിടിക്കും. പല പ്രാവശ്യം എൻ്റെ മുട്ട ഇങ്ങനെ പന്നലായി പോയിട്ടുണ്ട് ഇതിനകത്ത് ഒഴിച്ച്. അപ്പോൾ ഞാൻ കുറച്ചേറെ എണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഫുൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ച് ഇറങ്ങിയതെങ്കിലും പക്ഷേ എൻ്റെ ഫുള്ളായിട്ട് അതെടുക്കാൻ പറ്റിയില്ല. രാവിലത്തേതും ഉച്ചയ്ക്കത്തേതും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഫുഡിൻ്റെ മാത്രമേ അങ്ങനെ എടുത്തിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഫുഡൊക്കെ കഴിച്ചു മിറ്റമെല്ലാം ഒന്ന് തൂത്തുവാരി എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് പീരീഡ്സ് ആയി ഗൈസ്. പിന്നെ എനിക്കൊന്നിനും ഒരു മൂഡും ഇല്ലായിരുന്നു. എന്താ പറയുന്നത്, നമുക്കൊരു സുഖമില്ല. അപ്പം ബ്രെഡ് ഓംപ്ലേറ്റ് ഒക്കെ റെഡിയായി കഴിച്ചൊക്കെ കഴിഞ്ഞാണ് ഞാനിത് അറിയുന്നത്. അതിന് മുമ്പേ ഞങ്ങൾ പ്ലാൻ ചെയ്ത്, ഞാൻ പറഞ്ഞില്ലേ മാവേലിക്കര പോവുക, ലാഭമേളയൊക്കെ കാണുക എന്നൊക്കെ പ്ലാനിങ്ങിലായിരുന്നു ഞാൻ. എന്തായാലും ലാഭമേള ഇപ്പോഴും കഴിയത്തില്ലല്ലോ. ഞാനും ഹസ്ബൻഡും കൂടെ ഒരു Q&A ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. അതെന്തായാലും ചേട്ടൻ വരുന്ന ടൈമിൽ ഉടനെ തന്നെ ഞങ്ങളത് ചെയ്യുന്നതായിരിക്കും. ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ഞാനാണ് ഗേസ്. ഇപ്പം ജോലിക്ക് പോയിട്ടാണ്, ഒട്ടും സമയം തികയുന്നുമില്ല, ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നുമില്ല. അപ്പം ഇനിയും എന്തെങ്കിലുമൊക്കെ വീഡിയോസായിട്ട് ഡെയിലി ചെയ്യണം എന്നൊക്കെ ഉണ്ട് എൻ്റെ ആഗ്രഹങ്ങൾ. പിന്നെ നിങ്ങളും കമൻറ്റ് ഇടുക എന്തൊക്കെ വീഡിയോസ് ചെയ്യണമെന്ന്, അതുപോലെ ഞാൻ ചെയ്യാം. പിന്നെ ഈയിടെയായിട്ട് ബ്രൂ കുടിക്കുന്ന കാര്യം ഇച്ചിരി കൂടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ കാപ്പി കൂടി നിർത്തിയതായിരുന്നു, പക്ഷേ പിന്നെയും ഇതിലേക്ക് അഡിക്റ്റായി പോയി. പക്ഷെ എനിക്കിതിപ്പം നിർത്തണം എന്ന് ആഗ്രഹമുണ്ട്. അതെന്തായാലും പെട്ടെന്ന് പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഡെയിലി കുടിക്കുന്നില്ല, എന്നാലും ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇടയ്ക്കൊക്കെ കുടിക്കുന്നുണ്ട്. പിന്നെ പുറത്തുനിന്നുള്ള ഫുഡൊക്കെ ഇച്ചിരി കൂടുന്നുണ്ട്. എണ്ണ പലഹാരങ്ങളൊക്കെ ഞാൻ പാടെ ഒഴിവാക്കിയതായിരുന്നു. അതുപോലെ തന്നെ ഷുഗറൊക്കെ എല്ലാം നിർത്തിയതായിരുന്നു. പക്ഷേ ഇപ്പം പിന്നെയും കുറേശ്ശെയായിട്ട് തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ഇതെല്ലാം നിർത്തണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. എൻ്റെ വെയിറ്റ് ഒന്ന് കുറയ്ക്കണം എന്നും ആഗ്രഹമുണ്ട്. ഡയറ്റൊക്കെ പാതി വഴിക്ക് നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊക്കെ പിന്നെയും ഒന്നുകൂടി ഒന്ന് പൊടി തട്ടി എടുക്കണം. അപ്പോൾ ദാ മുട്ട ഓംലെറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗൈസ്. ഞാൻ സാധാരണ ഈ മുളക് പൊടിയൊക്കെ ഏറെ ഇട്ട് കഴിക്കാറുള്ള ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എരിയുള്ള ഫുഡ്. എനിക്കിങ്ങനെ രാവിലെ നല്ല എരിയുള്ള ഫുഡൊക്കെ വേണം. ഞാൻ എന്തായാലും അതൊക്കെ ഇച്ചിരി കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതുപോലെ ലൈറ്റായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഗ്ലാസ്സിലിരുന്ന് കാപ്പി ഊതി കണ്ണി വീഴ്ത്തി ഗൈസ്. ഇപ്പോഴാണ് ഞാനൊരു കാര്യം ഓർക്കുന്നത് ഗൈസ്. അത് കുടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താണ്. ആ കാപ്പിക്കകത്ത് ഞാൻ ഒരു ശകലം പോലും മധുരം ഇടത്തില്ല ഗൈസ്, മറന്നുപോയി. അപ്പോൾ പിന്നെ ഞാൻ മധുരം ഇട്ടിട്ട് കുടിച്ച് നോക്കി. അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാപ്പി. ഞാൻ കുടിച്ചു കഴിഞ്ഞത് അങ്ങ് അഡിക്ഷനായി പോവും. പിന്നെ ഉച്ചയായി കഴിഞ്ഞപ്പോൾ ചോറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും സ്പെഷ്യൽ കഴിക്കണം എന്നുള്ളൊരു ഇതിൽ നമ്മളിന്ന് ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വെറും 100 രൂപയുടെ ബിരിയാണിയാണ് ഗൈസ്. നമ്മുടെ ആഞ്ഞിലിച്ചോടിനും കൊല്ലകടവിലും ഇടയ്ക്കിരിക്കുന്ന ഒരു ചേട്ടനും ചേച്ചിയും കൂടെ വിൽക്കുന്നിടത്തു നിന്നാണ് ഞാൻ ഈ ബിരിയാണി വാങ്ങിച്ചത്. ഇതിന് മുന്നേയും ഞാൻ ഈ ബിരിയാണിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ഇതാണെന്നുണ്ടെങ്കിൽ കറിയും റൈസും സെപ്പറേറ്റ് വെച്ചിട്ട് അവർ ഇത് ഒരുമിച്ചാക്കി തരുന്നതാണ്. ഇഷ്ടപ്പെടുന്നവരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. 100 രൂപയാണ് ഇതിന് ചാർജ് ചെയ്യുന്നത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം കഴിക്കാത്തവർ കഴിച്ച് നോക്കുക. ഞാനിതിപ്പം 3ാമത്തെ വട്ടമാണ് കഴിക്കുന്നത്. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. പിന്നെ കഴിക്കാത്തവർ കഴിച്ച് നോക്കുക. എൻ്റെ കൂടെ തന്നെ സലാഡും അച്ചാറും വരുന്നുണ്ട്. 2 പീസ് ചിക്കനുമാണ് ഉള്ളത്. ഇതൊരു പ്രമോഷൻ വീഡിയോ ഒന്നും അല്ല. ഞാൻ ജസ്റ്റ് കഴിച്ചപ്പം ഇതിനകത്ത് പറഞ്ഞതേ ഉള്ളൂ ഇതെവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന്. അപ്പം ഞാൻ കഴിച്ച് നോക്കി. എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടുന്നവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അവർക്കൊരു സഹായമാകും. ഇനി എനിക്ക് വേറൊരിടത്തൊന്നും കഴിക്കണമെന്നുണ്ട്. ഇതുപോലെ റോഡ് സൈഡിൽ 2 അമ്മമാരിരുന്ന് വിൽക്കുന്നിടമുണ്ട് നമ്മുടെ കൊമ്പശ്ശേരിയുടെ അവിടെ ആയിട്ട്. അപ്പം അവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട്. അതെന്തായാലും ഇപ്പം അവിടേക്ക് പോകാൻ പറ്റുന്നില്ല. എന്തായാലും പോകുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കും. കഴിച്ചിട്ടുള്ളവർ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ട് അഭിപ്രായം പറയുക. നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്നും പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ.